ഹൃദയശുദ്ധിയാണ്, മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭക്തിയുടെ മുഖ്യം ഈ മനഃശുദ്ധിയാണ്. വേഗം കിട്ടും. അപ്പോൾ നാരദൻ മഹർഷി ചോദിച്ചു, മനസ്സിലായില്ല? അഹം ഭക്തിരിധിഖ്യാത ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനവൗ കാലയോഗേന ജർജരൗ. പിന്നെ ആ ദേവി തൻ്റെ ഒരു ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ചുരുക്കിയാണ് പറഞ്ഞു അവിടെ. മനസ്സിലായോ? ഞാനാണ് ഭക്തി എന്ന് പറയുന്ന ദേവി. അതെയോ, സോറി, കണ്ടിട്ട് മനസ്സിലാവാണ്ട് ചോദിച്ചത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിക്ക് അതിൽ കഷ്ടമില്ല. അങ്ങയ്ക്ക് പോലും എന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ സാധാരണക്കാരന് പിന്നെ എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ടാണ് മക്കളെ ശ്രീനാരദ മഹർഷി ആ അനുഭവത്തിന് ശേഷമാണ് ഭക്തിയുടെ പേരിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കരുന്നിട്ട് നാരദ ഭക്തി സൂത്രം, ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം, ഭക്തി ഉണ്ടായ ലക്ഷണങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഭക്തിയുടെ സാധനാനുഷ്ഠാനം, എല്ലാത്തിനെയും പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതി, നാരദ ഭക്തി സൂത്രം. ഈ നാരദ ഭക്തി സൂത്രത്തിനെ അതിനെ പിൻ തുടർന്നുകൊണ്ട് വേദവ്യാസ മഹർഷി എഴുതിയ ആ വേദാന്ത സൂത്രങ്ങളാകുന്ന ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു ഭാഷ്യം അഥവാ ഒരു പുതിയ വ്യാഖ്യാനം കൂടിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പം എന്തുണ്ട് ഇതിൽ? നാരദൻ്റെ ഭക്തി സ്വാധീനമുണ്ട്, ഭക്തിസൂത്രത്തിൻ്റെ, ബ്രഹ്മസൂത്രത്തിൻ്റെ ജ്ഞാനുണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഇതാണ് ഭാഗവതത്തിൻ്റെ വേറൊരു സവിശേഷത. അപ്പം നാരദ മഹർഷി ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കരുത് നാരദ ഭക്തിസൂത്രം പഠിച്ചു. അപ്പം നമ്മൾ നാരദ ഭക്തിസൂത്രം പഠിക്കണേ, അവസരം കിട്ടുമ്പോൾ നാരദ ഭക്തിസൂത്രം പഠിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കും ഭക്തി എന്താണെന്നൊക്കെ മനസ്സിലാവുക. ഭക്തിയാണ്. അപ്പോൾ ഇത് ഇവരാരാ? ഇവരെൻ്റെ കുട്ടികളാണ് പറഞ്ഞു. ഭക്തിക്ക് കുട്ടികളുണ്ടോ? ഉണ്ടത്രേ. ഭക്തിയുടെ മക്കളാണ് ഈ ജ്ഞാനവും വൈരാഗ്യവും. അപ്പം മനസ്സിലാവണില്ലേ? നമ്മളെന്താ പുസ്തകം പഠിച്ചിട്ട് നമുക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും ശ്ലോകങ്ങൾ വ്യാഖ്യാനങ്ങൾ കഴിവല്ല. അതൊക്കെ കുറച്ച് സംസ്കൃത ജ്ഞാനം ഉണ്ടെങ്കിൽ പറ്റും. മനസ്സിലായോ? ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വാസുദേവ സർവം എന്നുള്ള അനുഭൂതിയാണ്. ആ ഭഗവാനെ സ്വന്തം ആത്മാവായി ഹൃദയത്തിൽ അനുഭവിക്കുക. അതനുഭവിക്കുമ്പോഴോ സർവചരാചരങ്ങളിലും ആ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യത്തെ ഫീൽ ചെയ്യും, കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ആ സർവാത്മഭാവം. അതാണ് ജ്ഞാനം. അല്ലാണ്ട് വേറെ പുസ്തകങ്ങൾ എഴുതുക, പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുക, ഇതൊന്നുമല്ല ജ്ഞാനം. പൊതുവെ ജ്ഞാനം എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? കുറച്ച് ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ ജ്ഞാനായി എന്നാ. അല്ല, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ അനുഭൂതിയാണ്. വാസുദേവ സർവം യാതൊന്നു കൺമതതു നാരായണ പ്രതിമ എന്ന് കേട്ടല്ലേ? സർവം വിഷ്ണുമയം ജഗത് ഈശാവാസ്യമിതം സർവം എന്നൊക്കെ പറയണേ ആ അനുഭൂതി വിശേഷമാണ്. ആ ഫീലിംഗ് ചരാചരങ്ങളെ മുഴുവനും ഭഗവാനായി അറിഞ്ഞ് സേവിക്കുക. അതാണ് അമ്മയൊക്കെ ചെയ്യണതേ. അവരൊക്കെയാണ് യഥാർത്ഥ ഭക്തന്മാർ, യഥാർത്ഥ ജ്ഞാനികൾ, യഥാർത്ഥ യോഗികൾ. നമ്മളൊക്കെ സ്വാർത്ഥം കൊണ്ടാണ് ചെയ്യണം, എന്തെങ്കിലും കിട്ടുന്നിച്ചിട്ട്. ശരിയല്ലേ? അതുകൊണ്ട് അമ്മ പറയാം, അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പണിയെടുക്കും, നമ്മളെ നല്ല പണിയെടുപ്പിക്കും അല്ലേ? അത് അമ്മയ്ക്ക് വേണ്ടി ചെയ്താൽ മനഃശുദ്ധായി, ഭക്തിയും വരും, ജ്ഞാനവും വരും, ഒക്കെ വരും. അപ്പോൾ നോക്കൂ, ഭക്തി ഈ ജ്ഞാനത്തെ തരും. മനസ്സിലായോ? ഇപ്പം ജ്ഞാനം ഭക്തിയിലേ ഉണ്ടാവുന്നത്. അമ്മയാണ് ഭക്തി. കഥ അവതരിപ്പിച്ചത് നോക്കൂ. ആ ഭക്തിയുടെ മക്കളാണത്രേ ജ്ഞാനവും വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ വൈരാഗ്യമല്ല. എനിക്ക് അവളോട് ഭയങ്കര വൈരാഗ്യം വച്ചിട്ടുണ്ട് ഞാൻ എന്നാ പറയാം അല്ലേ? വൈരാഗ്യം എന്ന് കേട്ടാൽ നമുക്ക് ഉടനെ വെറുപ്പ്, വിദ്വേഷം, ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല. വൈരാഗ്യം എന്ന വാക്കിന് എന്താർത്ഥം? അനാസക്തി എന്നാണ് വാക്ക് ശരിക്കും അർത്ഥം. അതല്ലയോ? ആസക്തി ഇല്ലായ്മ. ആസക്തി എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും, ഉത്കണ്ഠ ഉണ്ടാക്കും, സ്വസ്ഥത നഷ്ടപ്പെടുത്തും, ഭയം ഉണ്ടാക്കും, ദുഃഖം ഉണ്ടാക്കും. മനസ്സിലായോ? ആസക്തി ഇല്ലായ്മ, അനാസക്തി. അഥവാ മനഃശുദ്ധി എന്നും പറയും. പൊതുവെ മനഃശുദ്ധി എന്നാണ് ആൾക്കാർ പറയുക. ഈ വൈരാഗ്യം എന്നുള്ള വാക്ക് ആൾക്കാർക്ക് പേടിയാണ് കേൾക്കാനാണ്. ശരിക്കും വൈരാഗ്യത്തിനുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വിഗതഃ രാഗഃ. രാഗം ച കൊതി, ലോങ്ങിങ്. അത് വേണം, ഇത് വേണം, അതില്ലെങ്കിൽ ഞാൻ അപൂർണ്ണ, ഇതില്ലെങ്കിൽ ഞാൻ അപൂർണ്ണ, അത് കിട്ടിയാലേ ഉള്ളൂ ഒരു സുഖം എന്നൊക്കെ തോന്നില്ലേ? അപ്പം അതില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ ആ രാഗം, കൊതി, മോഹം, ലോങ്ങിങ് ഇല്ലേ? അത് ആരുടെ മനസ്സിൽ നിന്ന് പോയോ അതിനാണ് വൈരാഗ്യം എന്ന് പറയുക. വിഗതഃ രാഗഃ യസ്മാത്. ആരിൽ നിന്നാണോ ഈ രാഗമൊക്കെ, വിഷയരാഗം, വിഷയാഭിനിവേശം പോയത്, അതിന് പേര് വൈരാഗ്യം. മറ്റൊരർത്ഥം എന്താ? അതിനേക്കാൾ സുന്ദരമായൊരു വ്യാഖ്യാനം, വിശേഷേണ രാഗഃ. ഇപ്പോൾ ഇവിടെ നശ്വരപദാർത്ഥങ്ങളുടെ നശ്വരത നല്ലോണം മനസ്സിലാക്കാനാണ് ഈ ഉപനിഷത്തൊക്കെ പഠിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ നശ്വരം എന്നറിഞ്ഞ് ആ നശ്വരത്തിലുള്ളതായ രാഗം പോകണം. മറിച്ചോ ശാശ്വതൻ ഭഗവാനാണെന്നറിഞ്ഞ് മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതനായ ഭഗവാനോട് പ്രത്യേക അനുരാഗം ഉണ്ടാവണം. വിശേഷേണ ഭഗവതി അനുരാഗഃ വിരാഗഃ വൈരാഗഃ. മനസ്സിലായോ? ഭഗവാനോട്, നിത്യവസ്തുവായ ഭഗവാനോട് വിശേഷ കൊതി, താല്പര്യം, മോഹം, അതിനൊരു ലോങ്ങിങ്, ഭഗവാനെ കാണാനുള്ള ലോങ്ങിങ് അത് വേണം. മനസ്സിലായോ?
ഇന്ന് അമ്മയുടെ അനിയത്തി ഭർത്താവല്ലേ എന്താ ആ സ്വാമി വന്നു കൂട്ടിയിട്ട് വന്നു. ആ പറയുന്നു ആ അമ്മയുടെ ആദ്യകാലത്തുള്ള ലോങ്ങിങ്. ഇപ്പോഴും ഭജന രാവിലെ കണ്ടില്ലേ, ഭജന പാടുമ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മയെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത് അല്ലേ. അതാണ്. അപ്പം നമുക്ക് സാധകന് ആദ്യം ഉണ്ടാവേണ്ടത് എന്താ? സിദ്ധന്മാർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഉണ്ടാവേണ്ടത് ലോങ്ങിങ്. നമുക്കിന്ന് പലതിനും ലോങ്ങിങ് ഉണ്ട്. ഈശ്വരന് വേണ്ടി ലോങ്ങിങ് ഇല്ല. പരമഹംസർക്ക് ഉണ്ടായി. ഓരോ ദിവസം സന്ധ്യ സമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗംഗാതീരത്ത് പോയിരുന്ന് പൊട്ടിക്കരയുമായിരുന്നു അത്രേ. എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണി അറ്റുപോയില്ലേ, ഒരു ദിവസം പോയില്ലേ, എനിക്ക് ദർശനം ഉണ്ടായില്ലല്ലോ എന്ന്. മനസ്സിലായോ? ആ ഭഗവാനോടുള്ള രാഗം, ഭക്തി, വൈരാഗ്യം. മനസ്സിലായോ? അപ്പോൾ അത് നല്ല ഗുണമുള്ളതാണ്. അത് നമുക്ക് ആന്തരികമായ സ്വാതന്ത്ര്യത്തെ തരും. അപ്പോൾ ഈ ഭക്തി ഉണ്ടായാലേ ഈ ജ്ഞാനവും ഉണ്ടാവുള്ളൂ, ഈ വിരാഗവും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് മക്കളായി പറഞ്ഞത്. അവരിപ്പോൾ എന്ത് പറ്റി? വളർന്ന് ഉറങ്ങി ക്ഷീണിച്ച് അവശരായിപ്പോയി. ഇനി അദ്ദേഹം കഥയൊക്കെ പറയും. എവിടെ നമ്മൾ പറയേ ഐ ആം ബോൺ സംവെയർ ബോട്ടപ്പ് സംവെയർ അല്ലേ. ബോൺ ഇൻ ബോംബെ ബോട്ടപ്പ് ഇൻ ചെന്നൈ, അല്ലെങ്കിൽ വെസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പറയും അല്ലേ. പറയാണ് ഭക്തിദേവി ജനിച്ചത് ദ്രാവിഡ ദേശത്തിലത്രേ, തമിഴ്നാട്ടിലാണ്. പിന്നെയോ ഇവിടെ ബോട്ടപ്പ് പലയിടത്താത്രേ. എൻ്റെ കുട്ടിക്കാലം അവിടെയൊന്നും അങ്ങനെയൊക്കെ പറയില്ലേ. പിന്നെയോ മഹാരാഷ്ട്രയിലെ, മനസ്സിലായോ? കർണാടകയിലുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല നല്ല ഭക്തന്മാരുണ്ടായിരുന്നേ, ഈ ഭക്തിയെ പ്രചരിപ്പിക്കാനും പോഷിപ്പിക്കാനും. അതാണ് അതിൻ്റെ അർത്ഥം. തമിഴ്നാട്ടിലെ എത്രയോ ഭക്തന്മാർ, ആഴ്വാർമാർ അല്ലേ. ശിവഭക്തന്മാരും വൈഷ്ണവ ഭക്തന്മാരൊക്കെ എത്രയുണ്ടായിരുന്നത്, ശരിയല്ലേ? മഹാരാഷ്ട്രത്തിലും ഉണ്ടായിരുന്നു, കർണാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നുമില്ല. പക്ഷെ കേരളത്തിൻ്റെ എന്തോ ഒരു രാഷ്ട്രീയ സംവിധാനം അതൊന്നും അതിനങ്ങോട്ട് ഏഷ്യനില്ല അല്ലേ. മറ്റേടത്ത് തലമുണ്ട്. ഗുർജരെ ജീർണതാം ഗത എന്നാണ് പറഞ്ഞത്. ഗുജറാത്തിലെത്തിയപ്പോൾ അത്രേ ദേവിക്ക് കഷ്ടകാലം ആരംഭിച്ചത്. ഗ്രഹപ്പഴ ക്ഷീണിച്ചു തളർന്ന അവശരായി. അവസാനം ആർക്കും വേണ്ടാണ്ടായി. എങ്ങനെയോ ഇവർ 3 പേരും വൃദ്ധരായി അവസാനം എങ്ങനെയോ കഷ്ടപ്പെട്ട് വൃന്ദാവനത്തിലെത്തിയതും ആ വൃന്ദാവനത്തിൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും മഹിമ കൊണ്ടും ഭക്തിദേവിയുടെ വാർദ്ധക്യം പോയി, അമ്മയുടെ ജരാനരകളും വാർദ്ധക്യം പോയി, യൗവനയുക്തയായി, ചെറുപ്പായി. പക്ഷെ മക്കളിപ്പോഴും അവിടെ ബോധം കെട്ട് കിടക്കുക, ഉറങ്ങുക വയസ്സായിട്ട്. എന്താ കാരണം? അത്രേമോ ഗ്രാഹക അഭാവാത്ത് എന്ന് പറയുക. നോക്കൂ, ഈ ലോകത്തിൽ കുറേ ആൾക്കാർ ഭക്തിക്ക് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ജ്ഞാനത്തിന് ആഗ്രഹിക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് പല ആൾക്കാരും അന്ധമായ ഭക്തിയിലിരിക്കുന്നുണ്ട്, പല ആൾക്കാരും ജ്ഞാനത്തിന് പരിശ്രമിക്കില്ല. ഈ ഉപനിഷത്ത് പഠിക്കില്ല, ഗീത പഠിക്കില്ല. എനിക്കറിയാം ചില ആൾക്കാർ ഈ ഉപനിഷത്ത് മാത്രമേ പഠിക്കുള്ളൂ, വേദാന്ത ശാസ്ത്രം, ഭാഗവതം പുച്ഛം. ചില ആൾക്കാർ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടി കിടക്കും, ഒരു ഉപനിഷത്ത് ഒരു ഗീത പോലും പഠിക്കില്ല. അങ്ങനെ 2 എക്സ്ട്രീമാ. അത് പാടില്ല. മനസ്സിലായോ? ഗ്രാഹകാഭാവാത്. വൃന്ദാവനത്തിലും ജ്ഞാനത്തിന് പ്രസക്തിയില്ല. നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ജ്ഞാനത്തിനല്ല ഭക്തിക്ക് പ്രാധാന്യം. മനസ്സിലായില്ലേ? രാമായൺ കഥ, ഭാഗവത് കഥ തത്വപ്രതിപാദകങ്ങളല്ല, അത് കുറവാണ്. മനസ്സിലായോ? അമ്മ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കണം അത്രേ, കഥയല്ല പറയേണ്ടത്, ഭാഗവത സപ്താഹത്തിൽ തത്വം പറയണം. അങ്ങനെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ അമ്മ ഉള്ളിൽ നിന്ന് പറയിച്ചോ, എന്താ മക്കൾക്ക് വേണ്ടച്ചാൽ പറയിപ്പിക്കുക അമ്മ, എനിക്കറിയില്ല ഒന്നും. ആട്ടെ, അപ്പോൾ കണ്ടുവോ, വൃന്ദാവനത്തിലും ഭക്തിക്ക് ഉണർവുണ്ടായി, സന്തോഷമുണ്ടായി. കുറേ ആൾക്കാർക്ക് നമ്മുടെ ഇടയിലും ഭക്തിയുണ്ട് അല്ലേ. ഭക്തിയുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, പൂജ, കുറേ റിലീജിയസ് ആയിട്ട് നമ്മൾ അത് മുടങ്ങാണ്ട് ചെയ്യും അല്ലേ. പക്ഷേ ക്ലാസ്സുകളിൽ, വേദാന്ത ക്ലാസ്സുകൾ അതിൽ ആഭിമുഖ്യം കുറവാണ്. ശരിയല്ലേ? അങ്ങനെ ചില ആൾക്കാരുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അമ്മ പറയാ എപ്പോഴും തത്വത്തിൽ ഊന്നിയ ഭക്തി വേണം. തത്വത്തിൽ ഊന്നിയ ഭക്തി വേണം. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ഭാഗവതമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആട്ടെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭക്തി ഉണ്ടായാലേ ഇതുണ്ടാവുള്ളൂ. എന്തായാലും ഭക്തി വരണം ആദ്യം. അതാണ് എളുപ്പവും. പിന്നെയോ ഇവിടെ അവരെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് അവർ ബോധം കെട്ടി കിടക്കുക. അവരെയും കൂടി ഒന്ന് ഉണർത്തു, അവരെയും കൂടി ഒന്ന് യൗവനയുക്തരാക്കൂ, അവരെ ക്ലേശം തീർക്കൂ. ഞങ്ങൾ 3 ആളും അങ്ങനെ ആനന്ദമായി സഞ്ചരിച്ചതാ. അങ്ങനെയല്ലാതെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിലത്രേ. പറയാ, ഈ ഭൂമിയിലേക്ക് ഭക്തന്മാരെ പരിപാലിക്കാൻ, ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടായാലാണല്ലോ, നമുക്ക് ഭക്തി ഉണ്ടായാലാണ് ജ്ഞാനവും വിരക്തിയും ഒക്കെ ഉണ്ടായിട്ട് മുക്തി കിട്ടുക. അതുകൊണ്ട് ഭക്തിയെ ഭൂമിയിലേക്ക് ഭക്തപരിപാലനത്തിന് അയച്ചപ്പോൾ ഭഗവാൻ ജ്ഞാനവൈരാഗ്യങ്ങളെന്ന 2 യുവാക്കളെ, സ്ത്രീ ഒരിക്കലും അനാഥയല്ല ഇവിടെ കഥാല് പോലും അല്ലേ,
അപ്പുറത്ത് ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന 2 യുവാക്കൾ മക്കൾ സംരക്ഷിക്കാൻ. മുക്തിയെ ദാസിയുമാക്കിയിട്ട് അത്ര ഭൂമിയിലേക്ക് അയച്ചത്. കലികാലത്തിൽ മുക്തിക്ക് ആഗ്രഹം പൊതുവെ ആൾക്കാർക്കില്ല. അതുകൊണ്ടോ മുക്തി ഇന്ന് എവിടെ പോയിരിക്കുക? വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയത്രേ. ഭക്തിദേവി പറയാം. ഇപ്പോഴോ എപ്പോൾ ഭക്തിദേവി അറിയിക്കുമോ അപ്പോൾ വരും. ഒരു മിസ് കോൾ അടിച്ചാൽ മതി, അപ്പോൾ മുക്തി വരിക എന്നർത്ഥം. ഒരു ഭക്തൻ ഇവിടെ തയ്യാറായാൽ അത്ര ഇന്നത്തെ ഉദാഹരണം അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുക. ദൃഷ്ടാന്ത കുശലോ വക്ത എന്നൊക്കെയാണ് ഭാഗവതം പറയാൻ. ലൗകിക ദൃഷ്ടാന്തങ്ങളിലൂടെ തത്വത്തെ പറഞ്ഞു കൊടുക്കണത്രേ. ശരിയല്ലേ? അപ്പോൾ പറയാം, ആർക്ക് ഭക്തി കൊണ്ട് പരിപൂർണമായി മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ അവന് മുക്തി അനായാസേന വരും. ദാസിയണേ, ഭക്തിയുടെ ദാസിയാണ് മുക്തി. ജ്ഞാനവൈരാഗ്യങ്ങളെ മക്കളായിട്ട് നിന്നു. ഇപ്പോൾ കലികാലത്തിൽ വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കലില്ല, ശാസ്ത്രപഠനം ഇല്ല. പാഖണ്ഡമതം എന്നാണ് പറയുന്നത്. വേദവിരുദ്ധമായ ധർമ്മങ്ങളാണ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. വൈദിക ശാസ്ത്രമാണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം. സനാതനധർമ്മത്തിൻ്റെ അടിത്തറ വേദമാകുന്നു. ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രമൊക്കെ ആകുന്നു. അതിനെക്കുറിച്ചുള്ള പ്രകരണ ഗ്രന്ഥങ്ങളാകുന്നു. ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധാഭിമുഖ്യം, താല്പര്യം ഉണ്ടാവണം. അതിലൂടെ ഭക്തിയും വേണം, ഉപാസനയും വേണം. മനസ്സിലായോ? അപ്പോൾ അതില്ലാത്തതുകൊണ്ട് എന്തായി? മുക്തി പോയി. ഇപ്പം എന്തായി? ഇവരെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ജ്ഞാനത്തിന് നോക്കൂ. ഇന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ ഭക്തിയുണ്ട്. ഈ ഭക്തിയുള്ള എത്ര പേര് ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭജിക്കണവരുണ്ട്? വളരെ ചിന്തിക്കേണ്ട വിഷയം. 2 തരത്തിലുണ്ട്. ഒന്ന് മുക്തിക്ക് വേണ്ടിയുള്ള ഭക്തി, മറ്റൊന്നോ ഭുക്തിക്ക് വേണ്ടിയുള്ള ഭക്തി. മനസ്സിലായോ? ശരിക്കും ഭാഗവതം പറയണത് മുക്തി വേണമെന്നിരിച്ച് ഭജിക്കണ ഭക്തി പോലും ഒരുപടി താഴെയാണത്രേ മുക്തി വേണ്ടാത്ത ഭക്തി എന്ന് ചോദിക്കുമ്പോൾ. മുക്തി വേണ്ടാത്ത ഭക്തനുണ്ട്. നമുക്ക് കാണാം ഭാഗവത്തിൽ ഉദാഹരണങ്ങൾ. ഭഗവാനെ എനിക്ക് മുക്തി വേണ്ടാന്നാ പറയണേ വൃത്രാസുരൻ. മനസ്സിലായോ? എനിക്ക് ഇന്ദ്രപദവി വേണ്ട, ബ്രഹ്മപദവി വേണ്ട, എനിക്ക് ഈ ഭോഗങ്ങളൊന്നും വേണ്ട. ഭഗവാനെ എനിക്ക് അപുനർഭവം വാന്ന, ജനന മരണങ്ങളില്ലാത്ത മോക്ഷം പോലും വേണ്ട. ഭഗവാനെ എനിക്ക് അങ്ങേ മാത്രമേ വേണ്ടൂ, ഭഗവാനെ മാത്രമേ വേണ്ടൂ. ഭഗവാന് വേണ്ടി ഭഗവാനെ ഭജിക്കുക. ഭഗവാൻ അന്യമായി എന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭജിക്കുന്നത്. ആ ഭക്തിയാണത്രേ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഭക്തി. മനസ്സിലായോ? ആ ഭക്തനെല്ലാം വരും. മറ്റത് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഭക്തി ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇതാണിപ്പോൾ സ്ഥിതി പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി അതിന് പരിശ്രമം ചെയ്തു. അവരുടെ ചെവിയിൽ ഉപനിഷത്ത് മന്ത്രങ്ങളും ഗീതാശ്ലോകങ്ങളും ചൊല്ലി വിളിച്ചു എന്നാണ് വേദമന്ത്രങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവാൻ ഒരാൾ ഉപനിഷത്ത് പഠിക്കുക, ഗീത പഠിക്കുക. ഇതാണ് ശാസ്ത്രീയമായ വേദാന്ത ശാസ്ത്രങ്ങളുടെ അഭ്യസനം. എന്നിട്ടൊന്നും അവർ ഉണർന്നില്ല, അവരെ യാത്രയ്ക്കും പോയില്ല. അപ്പോൾ മഹർഷി ആകെ ചിന്താമക്കന്ന. എന്ത് ചെയ്യണ്ടു നീ? കാതിൽ പറഞ്ഞു എന്ന് വെച്ചാൽ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. ഗീത ഉപനിഷത്തൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടും ഒരാൾക്ക് വിഷയവിരക്തിയും ഒന്നില്ല, അതുപോലെ ഈശ്വരാനുഭൂതി ഉണ്ടായില്ല. എങ്കിൽ ഇനി അയാൾ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമം ആത്മാർത്ഥമായതുകൊണ്ട് അശരീരി ഉണ്ടായി. ആ അശരീരിയിൽ എന്താ പറഞ്ഞത്? മഹർഷേ ഖിദ്യതാമിതി, ഇതിനൊരു സൽക്കർമ്മമുണ്ട്, അങ്ങ് ഖേദിക്കേണ്ട, സജ്ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി ഭക്തിദേവിയെ ഇവിടെ ഇരിക്കൂട്ടോ, ഞാൻ സജ്ജനങ്ങളുടെ അടുത്ത് പോയി ഇത് മനസ്സിലാക്കി വന്ന് നിൻ്റെ മക്കളെ ഉണർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു. ആശ്രമങ്ങളിൽ മുഴുവൻ പോയി മുനിമാരെ മുഴുവൻ കണ്ടു. ഒറ്റ ഋഷി മുനിക്ക് പോലും ഈ സൽക്കർമ്മം വെറും സൽക്കർമ്മമല്ല, നമ്മുടെ ഉള്ളിൽ ഭക്തി കുറച്ചൊക്കെ ഉണ്ടായിട്ടും സമാധാനമില്ല, ശാന്തിയില്ല, സന്തോഷമില്ല. കാരണം ജ്ഞാനവൈരാഗ്യങ്ങൾ ഉറങ്ങിക്കിടക്കുക നമ്മുടെ ഉള്ളിലേ, വയസ്സുമായിരിക്കുക. അവരെ തട്ടി ഉണർത്തണം, പുറത്തല്ലത്. നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ അതിനെന്താ ചെയ്യാന്നാ? അതിന് പറ്റിയ സൽക്കർമ്മം എന്താന്ന്? നമ്മുടെ ഉള്ളിൽ ഭക്തി കുറച്ചൊക്കെ ഉണ്ടായിട്ടും സമാധാനമില്ല, ശാന്തിയില്ല, സന്തോഷമില്ല. കാരണം ജ്ഞാനവൈരാഗ്യങ്ങൾ ഉറങ്ങിക്കിടക്കുക നമ്മുടെ ഉള്ളിലേ, വയസ്സുമായിരിക്കുക. അവരെ തട്ടി ഉണർത്തണം, പുറത്തല്ലത്. നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ അതിനെന്താ ചെയ്യാന്നാ? അതിന് പറ്റിയ സൽക്കർമ്മം എന്താന്നാ? ഇങ്ങനെ അന്വേഷിച്ച് ആരെയും മറുപടി പറഞ്ഞു കൊടുക്കാൻ അവസാനം നാരദൻ ശ്രമം ഉപേക്ഷിച്ചില്ല. അദ്ദേഹം തപസ് ചെയ്യാൻ പോയി. ബദരീനാഥിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആ സൽക്കർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതനുഷ്ഠിച്ച് ഓരോ ജനഹൃദയങ്ങളിലും ഈ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ പ്രതിഷ്ഠിക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് ബദരീനാഥിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴോ ഇങ്ങനെയുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ആ ഗുരു കാത്തിരിക്കുക. 4 ഗുരുക്കന്മാരാ, സനകാദി മഹർഷിമാർ 4 പേര് അവിടെ എത്തിയിട്ടുണ്ട്. സത്സംഗത്തിന് വന്നത് അവർ. നാരദനെ കണ്ടു, നാരദ വിഷമൊക്കെ കണ്ടു, എന്താ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതാണ് കാരണം. പറഞ്ഞു അതിനൊന്നും പരിഭ്രമിക്കാനില്ല. ശുകമഹർഷി പ്രചരിപ്പിച്ച ശ്രീമദ് ഭാഗവതമുണ്ടല്ലോ, ആ ഭാഗവതം വായിച്ചാൽ മതി. ഭാഗവതം സപ്താഹമായി ഭജിക്കാനുള്ള വിധി പോലും ഈ സനകാദി മഹർഷിമാരാണ് ഉപദേശിക്കുന്നത് നാരദന്. അപ്പോൾ സനകാദികളാണ് പറയണത് ഭാഗവത യജ്ഞച്ച ജ്ഞാനയജ്ഞമാണ് അത്രയും അർത്ഥം.
പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോമിക്കുന്ന ദ്രവ്യങ്ങളൊക്കെ മുടക്കിയിട്ടുള്ള യജ്ഞമുണ്ട്. അതിൻ്റെയൊക്കെ അതൊക്കെ അല്പഫലങ്ങളേ ഉള്ളൂ. പക്ഷേ ജ്ഞാനയജ്ഞം ശ്രോതാക്കളുടെ അജ്ഞാനം നീങ്ങും, അവരുടെ ഉള്ളിൽ ജ്ഞാനദീപം ജ്വലിക്കും, തെറ്റിദ്ധാരണകൾ നീങ്ങും. മനസ്സിലായോ? ആ ജ്ഞാനയജ്ഞമാണ് ഭാഗവതം. അത് ചെറിയ സാധാരണ സൽക്കർമ്മല്ല, അത് ചെയ്താൽ മതി, ഇവരുടെയൊക്കെ കട്ടം തീരുന്നു പറഞ്ഞു. അങ്ങനെ ശ്രീനാരദ മഹർഷി പിന്നീട് സനകാദി മഹർഷിമാരോട് തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങൾ തന്നെ വന്ന് നടത്തരൂ, എങ്ങനെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഹരിദ്വാറിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഹരിദ്വാറിൽ വന്ന് ഗംഗാതീരത്ത് വന്ന് ഒരു ഭാഗവത ജ്ഞാനയജ്ഞത്തിന് ആരംഭമുണ്ടായി. അവിടെ വെച്ച് ഞാൻ അതിൻ്റെ മഹിമകളൊക്കെ ഓരോന്നോരോന്ന് ചോദിക്കുക. അപ്പോൾ അവർക്കങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ കഥ അങ്ങനെ പോകുന്നു. അപ്പോൾ ചുരുക്കം, വീണ്ടും ഭാഗവതം എന്തിനുണ്ടായി? നാരദ മഹർഷിയിലൂടെ സനകാദി മഹർഷിമാർ ഈ ഭാഗവത ജ്ഞാനയജ്ഞത്തെ ഗംഗാതീരത്ത് വെച്ച് നടത്തിയത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഭക്തിയെ, സകാമഭക്തിയാണ് ഇപ്പോൾ അല്ലേ, ശുദ്ധമല്ല അത്, അതിനെ നിഷ്കാമമാക്കണം. പരിശുദ്ധ പ്രേമം, പരമപ്രേമം ഭഗവാനിലുണ്ടാവണം. മനസ്സിലായോ? സത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ്. പരമപ്രേമം ഭഗവാനിലുണ്ടാവണം, ഒന്നിനും വേണ്ടിയിട്ടല്ല. ആ പ്രേമം ഉണ്ടാകുമ്പോൾ വിഷയങ്ങളിൽ ആസക്തിയൊക്കെ പോകും. ആ ആസക്തി പോയ മനസ്സിൽ ആ ഈശ്വരാനുഭവം ഉണ്ടാകും. അവന് ശാന്തി, ശാശ്വത ശാന്തിയാവുന്ന മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ശാശ്വത ശാന്തിയാണ്. അത് ദാസിയെപ്പോലെ സേവിക്കാൻ വരും. ഇതൊക്കെ ഭാഗവതത്തിൻ്റെ മഹിമയാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം മാത്രമേ നമ്മൾ, അത് ഒത്തിരി ഒരു ചെറിയൊരു ശതമാനം തുടങ്ങിയിട്ടുള്ളൂ. മനസ്സിലായോ? നാളെ മുതൽ ഈ ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങളാണ്. അതിന് പാരായണം ഉണ്ടാവും, പ്രഭാഷണം ഉണ്ടാവും. ഭഗവാന്റെ സങ്കല്പം പോലെ, അമ്മയുടെ ഇച്ഛ പോലെ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് അമ്മ തന്നെ നടത്തി തരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമാമി നാരായണ പാദപങ്കജം. കരോമി നാരായണ പൂജനം സദാ. വദാമി നാരായണ നാമ നിർമ്മലം. സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.